ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിലില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. താണുപോകാൻ, മറിഞ്ഞു പോകാൻ സമ്മതിക്കില്ല. നീ എവിടെയെങ്കിലും താഴുമ്പോൾ പലരും നോക്കുകുത്തികളായി നിൽക്കുകയുള്ളൂ. പക്ഷെ ദൈവമോ നിൻ്റെ കയ്യിൽ ആദ്യം പിടിക്കുന്നത് ദൈവത്തിൻ്റെ കരമായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിമലപാതയിൽ എന്ന ഈ ശുശ്രൂഷയുടെ 26ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ 25 ദിവസങ്ങളിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ച, ആരാധനയിൽ സമർപ്പിച്ച, നിയോഗങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിയ 25 ദിവസങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ധാരാളം നന്മകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും ദൈവം നമുക്ക് നൽകിയ ശ്രേഷ്ഠമായ ഒരു അവസരമാണിത്. നമുക്ക് ഈ സമയം ഒന്ന് പ്രയോജനപ്പെടുത്താം. നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ പ്രതിഷ്ഠിക്കുവാൻ ഓരോ വചനങ്ങൾ കേട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശ്വാസ ജീവിതത്തെയും ഒരുക്കി പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാൻ ഒരുങ്ങുകയാണ്. അത് നമ്മൾ എങ്ങനെയും ഒരുങ്ങുമല്ല, ഈ വചനത്തിൻ്റെ കേൾവിയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ഒരു നിയോഗമായി ഇതിനെയെല്ലാം കണ്ടിട്ടാണ് ഈ വചനങ്ങൾ പറയുന്നത്, പ്രസംഗിക്കുന്നത് എല്ലാം. ഇതിൻ്റെ പുറകിൽ ഒത്തിരി അധ്വാനങ്ങളുണ്ട്. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എത്താൻ ഒരുപാട് അധ്വാനമുണ്ട്. ഒരു നിമിഷം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളും പല സാഹചര്യത്തിലിരുന്ന് ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പ്രിയപ്പെട്ട നിയോഗങ്ങളിലും പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം ഏതാണെന്നറിയാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണിത്. ഇതിനോടകം അനവധി പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും പ്രഘോഷണത്തിലൂടെ കേൾക്കുകയും എല്ലാം ചെയ്ത ഒരു വചനമായിരിക്കാം ഇത് ബൈബിൾ തുറന്ന് ഈ ഭാഗം കാണുമ്പോൾ ഓർക്കും, ഇത് കാണാപ്പാടമാണ് പലർക്കും. കാരണം ഇതെന്നാ എഴുതിയിരിക്കുന്നറിയാമോ? യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുന്നു. ഒരു മജീഷ്യൻ, ഒരു മാജിക്ക് പരിചയിച്ച ഒരാൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് പോലെ അല്ല ഇത് ദൈവം എന്തിനു വേണ്ടി, ആരെയും കാണിക്കാനാണോ, ആരെയും സഹായിക്കാനാണോ എന്ന് വായിച്ച് മനസ്സിലാകുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയാമോ? സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യൻ്റെ മുമ്പിലല്ല, സഹായിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ്. സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യൻ്റെ വചനങ്ങളല്ല കേൾക്കുന്നത്, സഹായിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ്. എങ്ങനെ രക്ഷിക്കാൻ കഴിവുള്ളത്? നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ളത്. ഈ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ തന്നെ ആശ്രയിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. അത് പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ തന്നെ ഞാനിപ്പോൾ ആശ്രയിക്കുന്നു. 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. സിമ്പിൾ ഒരു വാക്യമാണ്, പക്ഷേ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ജനസഞ്ചയത്തെ പിരിച്ചുവിടും. അപ്പോൾ വലിയൊരു പ്രോഗ്രാം, ഒരു കൺവെൻഷൻ പോലെ നമുക്ക് ചിന്തിക്കാം, ഒരു ധ്യാനം പോലെ വലിയൊരു ജനസഞ്ചയം എന്നാണ് ആ വാക്കിൽ തന്നെയുണ്ട്. എത്രമാത്രം ജനങ്ങൾ അതിനകത്തുണ്ടായി. ജനസഞ്ചയം എന്ന് എഴുതിയിരിക്കുന്നത് 10-100 പേരല്ല. ജനസഞ്ചയത്തെ പിരിച്ചുവിട്ടിട്ട് യേശു എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? മറുകരയ്ക്ക് പോകാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വേഗം പൊക്കോളാൻ പറഞ്ഞു. അക്കരയ്ക്ക് പോകാൻ യേശു നിർബന്ധിച്ചു. 23-ാമത്തെ വാക്യം. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. ഇത്രയും ഒരു പ്രോഗ്രാം നടത്തിക്കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ നമ്മൾ ചെയ്യുന്നത് റെസ്റ്റ് എടുക്കും, പോയി മുറിയിൽ പോയി കിടക്കും, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കും. ഒരു വലിയ പ്രോഗ്രാം കഴിഞ്ഞ് യേശു എന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്? പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് കയറിയെന്ന്. ഇത്രയും വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞിട്ടും യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി
എന്നാൽ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? വീണ്ടും റിസ്ക് എടുക്കുകയാണ്. ഒരു മലയുടെ മുകളിൽ പ്രാർത്ഥിക്കാൻ കയറി. അവനവിടെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 24-ാമത്തെ വാക്യം. അപ്പോൾ ശിഷ്യന്മാരെവിടെയാണ്? എഴുതിയിട്ടുണ്ട് 24-ാമത്തെ വാക്യം. ഇതിനിടെ വഞ്ചി, ശിഷ്യന്മാർ കയറി ആ വഞ്ചി, ആ വള്ളം കരയിൽ നിന്ന് ഏറെ ദൂരം അങ്ങനെ അകന്നു വെള്ളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സംഭവം അവിടെ ഉണ്ടായി. പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവരുടെ യാത്രയിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു ദുരനുഭവം. പ്രതീക്ഷിക്കാത്ത ചിലത് അവരുടെ ജീവിതത്തിൽ വന്നു. അത് എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: ഏറെ ദൂരം കഴിഞ്ഞിരുന്നു, കാറ്റ് പ്രതികൂലമായി, തിരമാലകളിൽപ്പെട്ടത് വല്ലാതെ ഉലഞ്ഞു. ഒരു പ്രതിസന്ധി ഉണ്ടായി. എന്തൊക്കെയുണ്ടായി? ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് അവിടെ ഉണ്ടായി. ഒരു കാറ്റിൽ അവർ സഞ്ചരിച്ചിരുന്ന വള്ളം വല്ലാതെ ഉലഞ്ഞു. ജീവിതം ഉലഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ടാകാം. ഇത് സ്വാഭാവികമായ കാറ്റാണ്. എന്നാൽ ഈ ഇതേപോലത്തെ ഏതൊക്കെയോ കാറ്റ് ഇന്ന് എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് വഴക്കിൻ്റെയും പ്രതിസന്ധിയുടെയും വെല്ലുവിളിയുടെയും ഒറ്റപ്പെടലിൻ്റെയും കടബാധ്യത, രോഗം, ഒന്നിനു പുറകെ പ്രശ്നങ്ങൾ, ആരും മനസ്സിലാക്കുന്നില്ല, ആരും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, ആകെ കലങ്ങി പറഞ്ഞൊരു അന്തരീക്ഷം. എന്തൊക്കെയോ കാറ്റ്, പല രൂപത്തിലുള്ള കാറ്റ് നമ്മുടെ മേത്തും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ആഞ്ഞടിച്ച് നമ്മുടെ ജീവിതമാകുന്ന വള്ളവും വല്ലാതെ ഇന്ന് ഉലഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഒത്തിരി ഉലച്ചിലിൽപ്പെട്ട് ഇപ്പം മറിയും. ഉലയുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതാ, മറിഞ്ഞ് ഇപ്പം വെള്ളത്തിലേക്ക് മറിയുമെന്ന ഒരു അന്തരീക്ഷമാണ്. താളം തെറ്റിപ്പോകും, അതിൻ്റെ ബാലൻസ് പോകും, അപകടം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു സമയം, ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സമയം എഴുതിയിട്ടുണ്ട്. 25-ാമത്തെ വാക്യം. രാത്രിയുടെ 4-ാം യാമം. അപ്പോൾ ഞാൻ ഒരു അത്ഭുത കാര്യം നടക്കുവാണ്. ഈ സമയത്ത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശു കടലിൻ്റെ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. മലയാള വാക്കുകൾ മറക്കരുത്. എഴുതിയിരിക്കുന്നത് യേശു ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിലാണ്. ശിഷ്യന്മാരുള്ളത് ഇപ്പോൾ എവിടെയാണ്? രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിൻ്റെ ഒത്ത നടുക്കോ അല്ലെങ്കിൽ അതുപോലെ ഉള്ളിലാണ്. ഇന്നത്തെ പോലെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഫോൺ സംവിധാനങ്ങളില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു ഇവർ പ്രതിസന്ധിയിലാണെന്ന്? ഇവർ യാത്രയിൽ കൊടുങ്കാറ്റും തിരമാലയും വല്ലാതെ ഉലഞ്ഞ് ഇവർ പരിഭ്രാന്തിയിലാണെന്ന് മലയുടെ മുകളിൽ പ്രാർത്ഥിച്ച യേശു ഇതെങ്ങനെ അറിഞ്ഞു? ഇന്നത്തെ പോലെയാണെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ചു പറയാം, അല്ലെ മെസ്സേജ് നമുക്ക് അയക്കാം, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് വേഗം വരണം. അന്നത്തെ കാലത്ത് ഇതില്ലാതെ പ്രാർത്ഥിച്ച യേശു ഇതെങ്ങനെ അറിഞ്ഞു? ഒരു കാര്യം എന്നെ കേൾക്കണം. പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് കാണാതെ തന്നെ ചില കാര്യങ്ങൾ കാണാനും അറിയാനും ഉള്ള കഴിവുണ്ട്. അവർക്ക് കാണണമെന്നില്ല, അവരത് മനസ്സിലാക്കും. അവരെന്തോ പ്രശ്നത്തിലാണ്. ചിലർ ചോദിക്കില്ലേ, എൻ്റെ കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു? നിങ്ങൾ എവിടെ നിന്ന് വന്നയാളാണ്, നിങ്ങൾ എൻ്റെ കാര്യം എങ്ങനെ മനസ്സിലായി എൻ്റെ കാര്യം? ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു പ്രാർത്ഥിക്കുന്ന സാധാരണ മനുഷ്യൻ. അയാളൊരു കച്ചവടം നടത്തുന്ന ആളാണ്. അയാൾ ആവശ്യത്തിലധികം ആ കച്ചവടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സിഗരറ്റ് വലിക്കുകയാണ്. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ കടയിൽ ആളില്ലാത്തപ്പോഴെല്ലാം അയാൾ സിഗരറ്റ് വലിക്കുന്നു. അങ്ങനെ അതിലെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഈ സിഗരറ്റ് വലി, അധികമായ സിഗരറ്റ് വലി കണ്ടിട്ട് അയാൾ ചോദിച്ചു, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല. പല പ്രാവശ്യം അയാൾ ആ കടയിലാണെങ്കിൽ അത്യാവശ്യം കച്ചവടമൊക്കെ ഉള്ള ഒരു നല്ല കടയാണ്. പക്ഷെ ഇയാൾ ഭയങ്കരമായി അളവിൽ കഴിഞ്ഞ് സിഗരറ്റ് ഭയങ്കരമായി വലിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ആ കടയിൽ കയറി ചെന്ന് അയാളോട് സംസാരിച്ച് എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ആത്മഹത്യക്കെങ്ങാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, ആദ്യം അയാൾ പറഞ്ഞു, എന്ത് വർത്തമാനം നിങ്ങൾ പറയുന്നത് ചോദിച്ചിട്ട് അയാൾ പിന്നെ ശാന്തമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാനങ്ങനെ ആത്മഹത്യക്കൊരുങ്ങുന്നു അന്ന് നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞേ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? അയാളുടെ ഭാര്യയോട് പോലും മക്കളോട് പോലും പറഞ്ഞിട്ടില്ല. അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ അയാൾ കരുതി വച്ചിരിക്കുകയാണ്. ഇന്ന് വേണം, നാളെ വേണം, അയാളുടെ മനസ്സിൽ കിടന്ന് ഇത് കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ തിരിച്ചു ചോദിച്ചു, ആ കച്ചവടക്കാരൻ ചോദിച്ചു, എൻ്റെ കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞാൻ ഇതെൻ്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ അറിഞ്ഞു? പ്രാർത്ഥിക്കുന്നവന് ദൈവം ചില അറിവ് കൊടുക്കും. അതാണ് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രതിസന്ധിയിലാണെന്ന് യേശു അറിഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് വന്നത്? സാധാരണ പോലെയാണോ വന്നേ? എനിക്ക് ആ വാക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ലൊരു വാക്കുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മുകളിൽ കൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. ദൈവം ആരാന്നറിയാമോ? നിങ്ങൾ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ ദൂരെ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുന്നവനല്ല ദൈവം. നിൻ്റെ അടുത്തേക്ക് വരുന്നവനാണ് ദൈവം. നീ ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, ഏത് ജോലി ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, ഏത് പദവിയിലിരിക്കുന്ന ആളാകട്ടെ, നിൻ്റെ അടുത്തേക്ക് വരുമെന്ന് നീ വിചാരിച്ചവരൊന്നും പല സമയത്തും അടുത്തൊന്നും 7 അയൽവക്കത്ത് പോലും അവരുണ്ടാവില്ല. അവരൊക്കെ വാക്കും വർത്തമാനമൊക്കെ ആയി ദൂരെയായിരിക്കും. പക്ഷേ നീ ആശ്രയിക്കുന്ന ദൈവം ഉണ്ടല്ലോ, നിനക്കൊരു പ്രതിസന്ധിയാണെന്നറിയുമ്പം, നിനക്കൊരു വേദനയിലാണെന്നറിയുമ്പോൾ, നീ ഒരു കഷ്ടതയിലാണെന്നറിയുമ്പം കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുകയോ അപ്പുറത്ത് മാറി നിന്ന് നിന്നെ നോക്കി പരിഹസിക്കുകയോ ചെയ്യില്ല. നിന്നെ സഹായിക്കാൻ നിൻ്റെ അടുത്ത് വരും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം ഇത്ര നല്ലൊരു ദൈവം എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഇവിടെ ആ വാക്ക് ഭയങ്കര, ഞാൻ എൻ്റെ ബൈബിളിൽ വരച്ചു വച്ചിട്ടുണ്ട്. മലയിൽ നിന്നിറങ്ങി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അടുത്തേക്ക് വന്നു. ദൈവവചനം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് ദൈവം വരുന്ന ദിവസമാണിത്. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഏതേലും ഒരു സമയത്തിലായിരിക്കും നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം ആരാണ്? ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നെ തനിച്ചാക്കുന്ന ദൈവമല്ല, എവിടെയേലും ഇട്ടിട്ട് പോകുന്നൊരു ദൈവമല്ല, ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒലിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല സമ്പത്തും സൗഭാഗ്യമുള്ളപ്പം കൂടെ നിൽക്കും. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കടം കയറുമ്പം, ഒരു പ്രതിസന്ധി വരുമ്പം ഓടി ഒളിക്കും. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവം, ക്യാരക്ടർ എന്നാണെന്നറിയാമോ? പ്രതിസന്ധിയിലാണെന്നറിഞ്ഞ് ആരേക്കാൾ കൂടുതൽ വേഗത്തിൽ അടുത്തേക്ക് വന്നു. ഒരിക്കലും തകരുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. നിൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവമുണ്ട്. ചിലപ്പോൾ രോഗിയായി കട്ടിലേ കിടക്കുന്ന ഒരാളായിരിക്കാം, വീൽ ചെയറിലിരുന്നായിരിക്കും ഈ വചനം കേൾക്കുന്നത്, ആശുപത്രി കിടക്കയിലിരുന്നായിരിക്കാം ഈ വചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒറ്റപ്പെട്ട ഒരു മുറിയിലിരുന്ന് ലൈറ്റ് പോലും ഇടാതിരുന്നായിരിക്കും ഈ ഒരു ഇരുണ്ട അന്തരീക്ഷത്തിലായിരിക്കും വചനം കേൾക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയട്ടെ. നിൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയട്ടെ. അടുത്തേക്ക് വന്ന് 26-ാമത്തെ വാക്യം, അവനിങ്ങനെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിക്കുമല്ല. ഇതാ ദൈവം വന്നു, ഗുരു വന്നു എന്നൊന്നും അല്ല പറഞ്ഞത്. ദൈവത്തെ പോലും ശിഷ്യന്മാർ വിളിച്ചത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതാ ഭൂതം, ഇതാ പിശാചെന്ന് പറഞ്ഞു. സഹായിക്കുന്ന ദൈവത്തെ പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതാണൊരു പ്രശ്നം. ഉള്ളിൽ ഭയവും നിരാശയുള്ളവർക്കുണ്ടല്ലോ, ദൈവം വരുമ്പോൾ പോലും തിരിച്ചറിയാൻ പറ്റില്ല. ഒരുപക്ഷെ ഒത്തിരി ഭയവും ടെൻഷനും ഇരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഭയമൊക്കെ ഒന്ന് മാറട്ടെ, ആ ടെൻഷനൊക്കെ മാറി ദൈവം അറിയാതെ ഒന്നും വരത്തില്ല എന്ന് ചിന്തിച്ചേ. ദൈവം അറിയാതെ എനിക്കൊന്നും വരത്തില്ല, ദൈവം എനിക്ക് നല്ലതേ വരുള്ളൂ. ഒന്ന് മനസ്സിൽ പറയാമോ? ദൈവം എനിക്ക് നല്ലതേ വരും. ഈ കാറ്റും ഈ കൊടുങ്കാറ്റും ഈ തിരമാലയും ഈ ഉലയുന്ന അനുഭവം ഒക്കെ മാറും, ഇതൊക്കെ ശാന്തമാകും. ദൈവം എനിക്ക് നല്ലത് തരും. മനസ്സിനെ ഒന്ന് ശാന്തമാക്കിക്കേ. മനസ്സിനെ ശാന്തമാകുമ്പോൾ അതൊരു പ്രത്യേകത കേട്ടോ. നമുക്ക് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, കുഴികൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കുഴിയിലിങ്ങനെ ചെളിവെള്ളം കിടക്കുന്നത്. കലങ്ങി ഒന്നും കാണത്തില്ല, അതിനകത്ത് മീനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ പറ്റില്ല, മുഴുവൻ കലങ്ങി കിടക്കും. ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മളതിനെ ഇളക്കാനും ഒന്നും പോകാതിരുന്നാൽ ആ ചെളിയെല്ലാം അടിഞ്ഞ് താഴെയായിട്ട് ആ വെള്ളം അങ്ങ് തെളിയും. ഇതുപോലെ ജീവിതം ഇങ്ങനെ കലങ്ങിയിരുന്നാൽ ഒന്നും കാണാൻ പറ്റിയല്ലോ കേട്ടോ. കലങ്ങിയ ജീവിതമൊക്കെ കുറച്ചൊന്ന് ശാന്തമാകുക. ദൈവ സാന്നിധ്യത്തിലിരുന്നൊന്ന് ശാന്തമായിക്കേ. ദൈവം അറിയാം ഒന്നും വരത്തില്ല, ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് വെള്ളം കലക്ക വെള്ളം തെളിയുന്നത് പോലെ മനസ്സ് തെളിയുമ്പോഴാണ് നമ്മൾ ശരിക്കും കാണേണ്ടതൊക്കെ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം അടുത്ത് വരുമ്പോൾ പോലും ഇതാ പിശാച് വരുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ ഭൂതം എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു. ഒന്നാമതേ പ്രതിസന്ധിയാണ്. ആ കൂട്ടത്തിലൊരു ഭൂതം കൂടെ വരുമ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുമ്പം അവർ വല്ലാതെ കുറേ കൂടി തകർന്നു പോയിട്ടുണ്ടാവും. 27-ാമത്തെ വാക്യം, ഉടനെ അവൻ അവരോട് സംസാരിച്ചു. എന്നാ പറഞ്ഞറിയോ? ധൈര്യമായിരിക്കുവിൻ. അതാ സംസാരിച്ചത്. അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമല്ല. നിങ്ങൾ എന്ത് നോക്കിയാൽ പോയത്? ആകാശം നോക്കാൻ പാടില്ലായിരുന്നു, കാലാവസ്ഥ നോക്കണ്ടായിരുന്നു, കാറ്ററിഞ്ഞാൽ നേരത്തെ തിരിച്ചു പോകണ്ടായിരുന്നോ, എന്തിനാ മുന്നോട്ട് പോയത്, അനുഭവിച്ചോ, ഇതൊന്നുമല്ല പറഞ്ഞത്. മനുഷ്യനിങ്ങനെ പറയും നീ മുന്നോട്ട് പോക്കോ, ശരിയാകത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ ദൈവം പറഞ്ഞ ധൈര്യമായിരിക്കുവിൻ.
എനിക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ള ദൈവത്തിൻ്റെ ഒരു സ്വരമുണ്ട്. ദൈവത്തിൻ്റെ ഒരു സ്വരമാണ്, ധൈര്യമായിരിക്കുവിൻ. ധൈര്യമായിരിക്കുവിൻ, നിരാശ മാറ്റ്, ധൈര്യമായിരിക്കുവിൻ. ഇത് ദൈവം പറയാം. ധൈര്യം എവിടെ നിന്നാണ് പറഞ്ഞറിയോ? വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് പരിഭ്രാന്തരായി എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് അന്തരീക്ഷത്തിൽ കലക്കവെള്ളം കിടക്കുന്നത് പോലെ മനസ്സ് മുഴുവൻ കലങ്ങിക്കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വാക്ക്, ധൈര്യമായിരിക്കുവിൻ. കടബാധ്യതയിലിരിക്കുന്നവർ, ഒന്നിനു പുറകെ ഒന്ന് രോഗത്തിൽ ഉള്ളവർ, ദൈവത്തിൻ്റെ ഒരു സ്വരം കേട്ട് ധൈര്യമായിരിക്കുവിൻ. ധൈര്യമായിട്ടിരിക്കുക. ആദ്യം നമുക്ക് വേണ്ടത് ദൈവം നൽകുന്ന ഈ ധൈര്യമാണ്. ഈ ധൈര്യമാണ്. ധൈര്യമായിരിക്കുവിൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. 28-ാമത്തെ വാക്യം, പത്രോസ് അവനോട് പറഞ്ഞു. ഇനിയൊരു സാഹചര്യങ്ങൾ മൊത്തം മാറുവാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ നോർമലായി പത്രോസ്ലീഹ പറയേണ്ടത്, അങ്ങ് ദൈവമാണെങ്കിൽ ആ കാറ്റും കടലും തിരമാലയൊക്കെ ഒന്ന് വേഗം ശാന്തവാക്ക് എന്നല്ലേ പറയേണ്ടത്. പത്രോസ്ലീഹ പറഞ്ഞു, ദൈവമേ, അങ്ങ് കർത്താവാണെങ്കിൽ എന്നോട് കൽപ്പിക്കുക, ഞാനും ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. ഒരു ചോദ്യം തിരിച്ചൊരു ആദായ ശരിക്കും നോർമലായിട്ട് നമ്മൾ ചിന്തിച്ച്, നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാനാണോ ആഗ്രഹിക്കുക, അതോ ഈ തിരമാലയും ഇതൊന്ന് മാറിക്കിട്ടി ശാന്തമായിരുന്നെങ്കിൽ എന്നല്ലേ ചിന്തിക്കുള്ളൂ. പത്രോസ്ലീഹ പറഞ്ഞു, തിരമാല അവിടെ നിൽക്കട്ടെ, കാറ്റ് അവിടെ അടിക്കുന്നത് അവിടെ അടിച്ചുകൊണ്ടിരിക്കട്ടെ, ഈ ഉലയുന്ന അനുഭവം അവിടെ കിടക്കട്ടെ, എനിക്ക് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇതിനെയൊക്കെ തോൽപ്പിക്കാനൊരു നീ എന്നോട് കൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നീ ഇങ്ങ് പോരാൻ പറഞ്ഞു. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വള്ളത്തിൽ നിന്ന് ഈ പത്രോസ് കാലെടുത്ത് വെച്ച് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ നടന്നു. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെയാണ് നടന്നറിയോ? ദൈവത്തിൻ്റെ വാക്കിലാണ് നടന്നത്. ദൈവം പറഞ്ഞിട്ടാണ്. ഞാൻ പറയുന്നൊരു വാക്ക് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കാമോ? ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. താണുപോകാൻ മറിഞ്ഞു പോകാൻ സമ്മതിക്കില്ല. എഴുതി വയ്ക്കണം, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഇനി ഈ വാക്യം എഴുതിയിട്ടുണ്ട്, പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നു. ഒന്ന് കണ്ടേ, ഈ നടക്കുന്നത് വള്ളത്തിലിരുന്ന ശിഷ്യന്മാരും കണ്ടു, വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് യേശുവും കണ്ടു. കുറച്ചങ്ങ് എത്തിയപ്പം വെള്ളത്തിലേക്ക് താന്നുപോയി. എവിടം വരെ താന്നു? എന്തേരെ താന്ന്? പത്രോസ്ലീഹ വെള്ളത്തിൽ താന്നു പോയാലൊന്നും ഇതുപോലെ കരയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജനിച്ചപ്പോൾ തന്നെ കടലും വെള്ളവും തിരമാലയും മീൻപിടുത്തവും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നല്ലപോലെ 1/4 മണിക്കൂറൊക്കെ വേണമെങ്കിൽ കടലിൽ നീന്തി നിൽക്കാൻ കഴിവുള്ള ആളാണ്. ഇതുപോലെ എന്നാൽ ഒറ്റ വാക്കാണ് അവിടെ കാണുന്നത്. വെള്ളത്തിൽ താന്നു പോയപ്പോൾ പത്രോസ് നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം കാണാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. പത്രോസ്ലീഹ വെള്ളത്തിൽ താന്നു പോയപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നീന്തി നിൽക്കാഞ്ഞത് എന്താണ്? കുറച്ചു നേരം നീന്തി ആ വെള്ളത്തിൽ നിന്ന് ഇത്ര ദൂരെ നടന്നിട്ടുള്ളൂ, തിരിച്ച് ആ വള്ളത്തിൽ പിടിച്ചു കയറി പോകാമായിരുന്നു. എന്തിനാ അന്നേരെ പറഞ്ഞത് എന്നെ രക്ഷിക്കണമെന്ന്? നിൻ്റെ വാക്കിലാണ് ഞാൻ നന്നത്. ഞാൻ നീന്തി പോകില്ല. ഇനി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ ബലത്തിൽ നിലേ ഞാൻ പോവുള്ളൂ. നിൻ്റെ ശക്തി, എൻ്റെ ശക്തി ഇവിടെ തോറ്റു, പക്ഷെ നിൻ്റെ ശക്തിയിൽ എനിക്കിനി നടന്നാൽ മതി. ഇനി ആ കയ്യിൽ ആരാ കയറി പിടിച്ചെന്നറിയാമോ? പത്രോസ്ലീഹ വെള്ളത്തിൽ താണു പോകാൻ തുടങ്ങിയപ്പോൾ ആദ്യം കയ്യേൽ കയറി പിടിച്ചത് വള്ളത്തിലുണ്ടായിരുന്ന സുഹൃത്തുക്കളല്ല, ദൈവമാണ്. നീ എവിടെയെങ്കിലും താഴുമ്പോൾ പലരും നോക്കുകുത്തികളായി നിൽക്കുകയുള്ളൂ. പക്ഷെ ദൈവമോ നിൻ്റെ കയ്യിൽ ആദ്യം പിടിക്കുന്നത് ദൈവത്തിൻ്റെ കരമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തെ ഒന്നും ഒരിക്കലും മറക്കരുത്. ഈ ചിരിച്ച് കാണിക്കുന്ന പലരും പ്രതിസന്ധിയിൽ എവിടെയെങ്കിലുമൊക്കെ താന്നു പോകുമ്പോൾ ഓടും. എല്ലാവരും നോക്കുകുത്തികളായി നിൽക്കും, അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ എടുത്തിയാടി ചെയ്തു, അവൻ തന്നെ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയും. ദൈവം യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ അനുഭവിക്കാൻ കഴിയുമോ നിങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവത്തെ? നിങ്ങൾ തകർന്നയാളായിരിക്കാം, പരാജയപ്പെട്ട ആളായിരിക്കാം, സങ്കടപ്പെട്ട ആളായിരിക്കാം, നാളുകളായി പ്രാർത്ഥിക്കാത്ത ഒരാളായിരിക്കാം, ഈ ദൈവവചനം ഇങ്ങനെ പ്രസംഗിക്കുന്നവരെ പോലും ഇഷ്ടമില്ലാത്ത ആളായിരിക്കാം, നിങ്ങളിതിനെ വിമർശിക്കുന്നയാളായിരിക്കാം, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് നാളുകളായ ഒരാളായിരിക്കാം, നിങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ ഒരു കാര്യവും കഥയൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിൽപ്പോലും നിങ്ങളെയും ദൈവം ഇതുപോലെ ഒരു പ്രതിസന്ധി വരുമ്പം ചേർത്ത് പിടിക്കും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കും. ഇപ്പം നിങ്ങൾ ഓർക്കും, ദൈവം എൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ, എൻ്റെ മകൾ വല്ല കൂട്ടുകെട്ടി പോകുമോ, വല്ല ഉഴപ്പി പോകുമോ, വഴിതെറ്റി പോകുമോ? നിങ്ങൾ വിശ്വസിക്കുക, ആ കരം, ദൈവത്തിൻ്റെ കരം അവരെ എവിടെയും തകർന്നു പോകാതെ, താണു പോകാതെ ചേർത്ത് പിടിക്കും.
ചേർത്ത് പിടിക്കും. എന്നിട്ട് എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അവനെ ഉയർത്തി ഒപ്പം നിർത്തി. ഒപ്പം അതേ വെള്ളത്തിൻ്റെ മുകളിൽ നിർത്തി. എവിടെയേലും താണുപോയവരാണോ, താണടുത്ത് തന്നെ ദൈവം ഉയർത്തിയും നിർത്തും. താണ സ്ഥലത്ത്, കരഞ്ഞ സ്ഥലത്ത് ഉയർത്തി നിർത്തി. ജീവിതത്തിൽ താണുപോയവരുണ്ട്, താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ താണവരെ കണ്ട് വിമർശിക്കുന്നവരുടെ എണ്ണമാ ചുറ്റും. ജീവിതത്തിൽ താന്നു പോകുന്ന ഒരാളെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പഴിയും വിധിയും പറയും, ശപിക്കും. ചിലരൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയും, കടയിലിരുന്നും വീട്ടിലിരുന്നും ടൗണിലിരുന്നും ഒക്കെ അവരിങ്ങനെയാ അങ്ങനെയാന്ന്. അതൊന്നും ഓർത്ത് മനസ്സിടിയരുത്. ജീവിതത്തിൽ താഴ്ന്നു പോയ നിന്നെ പിടിച്ചു നിർത്തുന്നൊരു ദൈവമുണ്ട്. എവിടെയാണോ താണത് അവിടെ തന്നെ നിർത്തി, താണു പോകാത്ത വിധത്തിൽ. എവിടെയാണ് താണുപോയത്? സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലാണോ, അതോ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണോ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണോ? എവിടെയാണ് നിങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ താണുപോയത്, ഈ വെള്ളത്തിൽ പോകുന്നത് പോലെ താണത്? അവിടെ തന്നെ ദൈവം നിന്നെ പിടിച്ചു നിർത്തും, അഭിമാനത്തോടെ നിർത്തും. ആരൊക്കെ കണ്ടു ഈ താണുപോകുന്നതും നിർത്തുന്നതൊക്കെ? ആര് കണ്ടു? ഈ വള്ളത്തിലിരുന്ന ശിഷ്യന്മാർ കണ്ടു താന്നുപോയ പത്രോസിനെ പിടിച്ചു നിർത്തുന്നതും താന്നുപോയ പത്രോസിനെ ചേർത്ത് നിർത്തുന്നതും. ഇതെനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു ദൈവീകമായ ദൂതാണ്. ജീവിതത്തിൽ താഴ്ന്നു പോയവരെ, താഴോട്ട് പോയവരെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതാ പറഞ്ഞു, കഴുത്തോളം എത്തിയാലും മുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. മൂക്കിൻ്റെ തൊട്ട് താഴം വരെ വെള്ളം നിന്നാലും ശ്വാസം മുട്ടാൻ ദൈവം സമ്മതിക്കത്തില്ല. നിൻ്റെ കരം ദൈവം ചേർത്ത് പിടിക്കും. അനേകം ആളുകൾ ജീവിതത്തിൽ തകർന്നു പോകാത്തതിൻ്റെ കാരണം അവരവരുടെ കഴിവുകൊണ്ടല്ല, ആ പ്രതിസന്ധിയിൽ ദൈവം അവരെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്. എന്താ ഇന്ന് ഈ പ്രതിസന്ധിയിൽ ഇപ്പോഴും ഇങ്ങനെ നേരെ നിൽക്കാൻ കാരണം? ദൈവം നിന്നെ, നിൻ്റെ കുടുംബത്തെ പിടിച്ചതുകൊണ്ടാണ്. അല്ല, നീ പണ്ടേ ആഴങ്ങളിലേക്ക് പോയേനേയും, പൊടിയായി ചെളിയായി കടലിൻ്റെ ഭാഗമായി പോയേനേയും. നിന്നെ പിടിച്ചു നിർത്തിയ ഒരു ദൈവകരമുണ്ട്. നീ കാണാത്തൊരു കരം നിൻ്റെ ജീവിതത്തിൻ്റെ പുറകിലുണ്ട്. അതാ നീ തകരാത്തത്. നിൻ്റെ കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് കൊണ്ടും ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ടും ഒന്നല്ല തകരാതിരുന്നത്. ദൈവത്തിൻ്റെ കരം നിന്നെ പിടിച്ചത് കൊണ്ടാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? ദൈവം നിൻ്റെ കരത്തെ ചേർത്ത് പിടിക്കുന്ന ദിവസമാണ്. നിൻ്റെ കുടുംബത്തെ, നാളെ ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം, എനിക്ക് മരിച്ചാൽ മതിയെന്ന് പല പ്രാവശ്യം ചിന്തിക്കും. ദൈവം നിന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ധൈര്യമായിരിക്കുക, ഭയപ്പെടണ്ട. ഞാനാണ് പറയുന്നത്, ഭയപ്പെടണ്ട. ധൈര്യം നൽകുന്നൊരു ദൈവം, ധൈര്യം നൽകുന്നൊരു ദൈവം. എന്നിട്ട് എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യം. അവനെ ചേർത്ത് പിടിച്ച് വള്ളത്തിൽ കയറ്റി. അപ്പോൾ കാറ്റ് ശമിച്ചു, കടൽ ശാന്തമായി. പ്രിയപ്പെട്ടവരെ, ദൈവം ജീവിതത്തിൽ വരുമ്പം ജീവിതം ശാന്തമാകും. ഏത് കാറ്റും, ഈ കാറ്റിൻ്റെയൊക്കെ സ്വഭാവം പേടിപ്പിക്കുന്ന സ്വഭാവമാണ്. തിരമാലയുടെ സ്വഭാവം വെല്ലുവിളിക്കുന്ന സ്വഭാവമാണ്. അതൊന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നതല്ല കാറ്റും തിരമാലയൊന്നും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ കാറ്റടങ്ങും, തിരമാല ശാന്തമാകും. അതായത് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിലില്ല. ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ദിവസത്തിൽ കേട്ടൊരു വചനമാണ്. അമ്മയുടെ മാധ്യസ്ഥ ജീവിതത്തെ കൊടുത്ത് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം പത്രോസ്ലീഹ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് അവിടെ താണുപോയൊരു സമയമുണ്ട്. അന്നേരം കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം ദൈവത്തിൻ്റെ കരം ചേർത്ത് പിടിച്ചു. ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റിപ്പോയി താണുപോയവരുണ്ട്, പാപത്തിൽ വീണ് താണുപോയവരുണ്ട്, കുടുക്കിൽപ്പെട്ടു പോയവരുണ്ട്, വല്ലാണ്ട് താണുപോയി. പിന്നീടാണ് ബുദ്ധി കിട്ടിയത്, ബുദ്ധി മനസ്സിലായത് തെറ്റിപ്പോയി, ചെയ്യണ്ടായിരുന്നു, പോകണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, ഇത് തീരുമാനിക്കണ്ടായിരുന്നു, 1000 മണ്ടത്തരമായിപ്പോയത്. സാരമില്ല, അങ്ങനെ താന്നുപോയ ആളാണെങ്കിലും ദൈവം നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. എന്നിട്ട് നിന്നെ വഴക്കു പറയുമല്ല, ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തി എത്തിക്കേണ്ടിടത്ത് എത്തിക്കും സുരക്ഷിതമായി. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ കരം നിങ്ങളോട്, നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ കരം ഇങ്ങനെ വലിച്ചു താഴ്ത്തുന്ന കരമല്ല, പിടിച്ചുയർത്തുന്ന കരമാണ്. നമ്മുടെയൊക്കെ കരത്തിന് പ്രത്യേകതയുണ്ട്. ഒരവസരം കിട്ടുമ്പോൾ താഴ്ത്തിക്കളയും പലരെയും. ഒരാൾ വീണ് കിടന്നാൽ ഒരു ചവിട്ടും കൂടെ കൊടുക്കുമെന്ന് പറയില്ലേ, അയാൾ വീണ് ഒരു ചവിട്ടും കൂടെ നമ്മൾ കൊടുക്കും. അല്ലാണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം വീണ് കിടക്കുന്നവന് ഒരു ചവിട്ടും കൂടെ കൊടുത്ത് താഴ്ത്തുകയല്ല, വീണവനെ ഉയർത്തുന്ന ദൈവം,
വീണവനെ താഴ്ന്നവനെ പിടിച്ചിങ്ങനെ കയറ്റുന്ന ദൈവം. എത്രയോ പേരെ ജീവിതത്തിൽ ദൈവം അങ്ങനെ പിടിച്ചു കയറ്റിയിട്ടുണ്ട്. നമുക്കിതൊരു ആത്മീയ അനുഭവമായി പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാനും സമർപ്പിക്കാനും ഒരുങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ കരത്തെ സ്വീകരിച്ചുകൊണ്ട് ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ നിയോഗങ്ങൾക്കായി എല്ലാം പ്രാർത്ഥിക്കുന്നു. പകരങ്ങളില്ലാത്ത സ്നേഹം പകരുന്നു ദിവ്യകാരുണ്യം. തിരുവോസ്തിയായി തിരുരക്തമായി ഈശോ വരുന്നൊരു നിമിഷം. പകരങ്ങളില്ലാത്ത സ്നേഹം പകരുന്നു ദിവ്യകാരുണ്യം. തിരുവോസ്തിയായി തിരുരക്തമായി ഈശോ വരുന്നൊരു നിമിഷം. നീ എൻ്റെ സ്വന്തം, ഞാൻ നിന്റെ സ്വന്തം, ഇനി എന്ത് സ്വർഗീയ ഭാഗ്യം. നീ എൻ്റെ സ്വന്തം, ഞാൻ നിന്റെ സ്വന്തം, ഇനി എന്ത് സ്വർഗീയ ഭാഗ്യം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊരു ശ്രേഷ്ഠമായ അവസരം അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനൊക്കെ ഒരുക്കി നൽകിയ അങ്ങയുടെ വലിയ കാരുണ്യത്തെയോർത്ത് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിമല പാതിൽ എന്ന ശുശ്രൂഷയുടെ 26ാമത്തെ ദിവസമാണിന്ന്. നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വയ്ക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. നമ്മളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഇന്ന് കേട്ട ദൈവവചനവും അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഈ ഒരു സമയത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ശബ്ദം അത് ദൈവാരാധനയുടെ സ്വരമായി, ദൈവത്തെ സ്തുതിക്കുന്ന സ്വരമായി, അത് അഭിഷേകത്തിൻ്റെ സ്വരമായി അത് മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു, ഈ അവസരത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കപ്പെട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. ചേർന്ന് പാടാം. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ
താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. കരഞ്ഞാൽ എൻ മുഖം യേശുവേ വാടുമ്പോ സങ്കടങ്ങളും വേദനകളെല്ലാം മനം സമർപ്പിക്കുന്നു. നീറുമ്പോ ഈ അവസ്ഥയെ ഓർക്കുന്നു. തന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. ഈ 26-ാമത്തെ ദിവസം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയോടെ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം നമ്മൾ ഇന്ന് കേട്ട ആ മനോഹരമായ ദൈവവചനം ഈ ആരാധനയ്ക്ക് ഭാഗമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് ശ്രദ്ധിച്ച് നാം കേട്ടത്. ഇവിടെ ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം ജനക്കൂട്ടത്തെ യേശു പിരിച്ചുവിട്ടു. അതിനുശേഷം യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. വിശ്രമിക്കാൻ റൂമിലേക്ക് പോയി എന്നല്ല, പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും മാതൃക പ്രാർത്ഥിച്ച യേശുവാണ്. കാരണം യേശു പോലും തൻ്റെ ശുശ്രൂഷകൾ ഏറ്റവും നന്മയിലൂടെ പോകാൻ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥന ഒരു ട്രെയിനിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് പോലെയാണ്. അതേലാണ് ഒരു ട്രെയിൻ, നമുക്കറിയാം അതിൻ്റെ ഫ്രണ്ടിൽ ഭാഗം അതിൻ്റെ എൻജിൻ ഉള്ള ഭാഗമാണ്. അതിനെ ഘടിപ്പിച്ചാണ് ബാക്കിയുള്ള എല്ലാ ബോഗികളും കണക്റ്റഡ് ആണ്. ആ എൻജിൻ കമ്പാർട്ട്മെൻറ്റിനോട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഓരോ കമ്പാർട്ട്മെൻറ്റാണ്, ഓരോ ഭാഗവുമാണ് ഒപ്പം ചലിക്കുന്നത്, മുന്നോട്ട് കുതിക്കുന്നത്. ഇതുപോലെ യേശുവിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു എൻജിൻ എല്ലാത്തിൻ്റെയും മുമ്പിലുണ്ടായിരുന്നു. ശുശ്രൂഷയുടെ യേശു എങ്ങനെയാണ് എല്ലാ ശിഷ്യന്മാരെയും തിരഞ്ഞെടുത്തത്? അവൻ ഏറെ നേരം പ്രാർത്ഥന ശേഷം തിരിച്ചു വന്ന് ഓരോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. എല്ലാത്തിൻ്റെയും മുമ്പിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് കൊണ്ടുവരാമോ? പ്രാർത്ഥന ഒരു എൻജിൻ കമ്പാർട്ട്മെൻ്റാണ്. അതിനോട് ഘടിപ്പിച്ചു നിൽക്കുന്ന വ്യക്തികളും ജീവിതങ്ങളുമാണ് ട്രെയിൻ കുതിക്കുന്നത് പോലെ ജീവിതത്തിൽ കുതിക്കാൻ ഈ ഒരു എൻജിൻ കമ്പാർട്ട്മെൻറ്റ് പോലെ പ്രാർത്ഥനയുടെ ഒരു എൻജിൻ എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക്, ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചാലോ? നമ്മുടെ ജീവിതത്തെയൊക്കെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന ശക്തിയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തി എന്നാണ്, പവർ ഓഫ് പ്രെയർ എന്നാണ്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. യേശു പ്രാർത്ഥിച്ചു, യേശു പോലും പ്രാർത്ഥിച്ചു. ദൈവപുത്രനായിരുന്നിട്ട് പോലും യേശുവിന് വരെ പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ ബലഹീനരായ, നിസ്സാരരായ എനിക്കും നിങ്ങൾക്കും എന്തുമാത്രം പ്രാർത്ഥന ആവശ്യമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ ജീവിതത്തെ, ജീവിത സാഹചര്യങ്ങളെ, ശുശ്രൂഷകളെ, നമ്മുടെ സ്വപ്നങ്ങളെ എല്ലാം സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മാതൃക പ്രാർത്ഥിച്ച യേശുവാണ്. നമുക്കൊത്തിരി പ്രാർത്ഥനയുടെ കുറവുണ്ട്. പ്രാർത്ഥനയുടെ കുറവ് പ്രാർത്ഥിച്ചു തന്നെ നികത്തണം. പ്രാർത്ഥനയുടെ കുറവ് പ്രാർത്ഥന കൊണ്ട് തന്നെ അത് നികത്തണം. ഒരു ടാറിങ് റോഡ് പൊട്ടിപ്പോയാൽ ടാർ മെറ്റിലും ടാറും കൊണ്ടുവന്നത് വീണ്ടും അതിൻ്റെ കുഴി നികത്തി ഒപ്പത്തിനൊപ്പമാക്കും. ഇതുപോലെ പ്രാർത്ഥനയുടെ ചില കുഴികളും കുറവുകളും ഉണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് തന്നെ, വിശ്വാസം കൊണ്ട് തന്നെ ആ വിടവ് നികത്തണം.
ആഗ്രഹിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്കൊന്ന് കയറി വന്ന് പ്രാർത്ഥനയോടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവിനെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വന്ന വീഴ്ചകളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ശക്തിപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ വലുതാക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. നല്ലൊരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് നൽകണമേ. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാക്കി എന്നെ മാറ്റണമേ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ, പ്രാർത്ഥിക്കുന്ന ഒരു ദേശമാക്കി ഞങ്ങളുടെ ദേശം മാറ്റണമേ. ഇരുട്ട് മാറുവാൻ ഇടവരണമേ. അസ്വസ്ഥതകൾ പ്രാർത്ഥനയിൽ മാറട്ടെ, അന്ധകാരത്തിന്റെ സ്വാധീനങ്ങൾ പ്രാർത്ഥനയിൽ മാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ പ്രാർത്ഥനയുടെ ശക്തിയിൽ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, യേശുവേ, സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ നാഥ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. ചേർന്ന് പാടാമോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ നാഥ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അന്നു നീ ശിഷ്യർക്ക് നൽകിയ ദാനങ്ങൾ ഞങ്ങൾക്കും നൽകണമേ. ഒന്ന് പാടിയേ. അന്നു നീ ശിഷ്യർക്ക് നൽകിയ ദാനങ്ങൾ ഞങ്ങൾക്കും നൽകണമേ. പ്രാർത്ഥിക്കാം. നീ ഞങ്ങൾക്കും നൽകണമേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ നാഥ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ പ്രാർത്ഥനയുടെ കുറവ് കാണും. ഒരു ദിവസം പ്രാർത്ഥിച്ച് 10 ദിവസത്തേക്ക് പ്രാർത്ഥനയില്ലാത്തൊരു അന്തരീക്ഷമാവും. പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ സാഹചര്യങ്ങളിൽ ഒത്തിരി അസ്വസ്ഥത കാണും. ഒരാൾ പറയുന്നു വേണ്ട, വേറൊരാൾ പറയും എന്തിനാ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ വ്യക്തിപരമായി പല അഭിപ്രായമായിരിക്കും. അതിൽ പോലും ചിലപ്പോൾ ഒരു ഐക്യമുണ്ടായെന്ന് വരില്ല. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൽ ദിവസത്തിൻ്റെ ഒരു സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള, കൂട്ടമായി ഒരൈക്യത്തിൽ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് വചനത്തിൽ കണ്ടു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശു ശിഷ്യന്മാരുടെ അവസ്ഥ മനസ്സിലാക്കി. എന്താ അവസ്ഥ എന്നറിയാമോ? പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റും പ്രതീക്ഷിക്കാത്ത തിരമാലയും അവർ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൻ്റെ മേൽ ആഞ്ഞടിച്ച് അത് വല്ലാതെ ഉലഞ്ഞ് ജീവിതം അപകടകരമായ ഒരവസ്ഥയിൽ ചെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 24 മുതലുള്ള വാക്യത്തിലുള്ളത്. അപകടകരമായ ഒരു സാഹചര്യം, ആഞ്ഞടിച്ച കാറ്റ്, ആഞ്ഞടിച്ച തിരമാല, സഞ്ചരിച്ചിരുന്ന വള്ളം ആടി ഉലഞ്ഞ് ജീവിതം അപകടത്തിലാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. ആ സമയത്ത് പ്രാർത്ഥിച്ച യേശു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു ആരാണെന്നറിയാമോ? എൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. എൻ്റെ പ്രതിസന്ധിയിലേക്ക് അടുത്തു വരുന്ന ദൈവമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൽ ഇത് കാണാമോ? ശിഷ്യന്മാരൊരു പ്രതിസന്ധിയിലാണ്. അവർ സഞ്ചരിച്ചിരുന്ന വള്ളം ഒരു അപകട നിലയിലാണ്. കാറ്റും തിരമാലയും അവരുടെ ജീവിതത്തെ വല്ലാതെ വലച്ചു. ആ സമയത്ത് യേശു ഒരു നോക്കുകുത്തിയെപ്പോലെ കരയ്ക്ക് നിൽക്കുകയല്ല, അവരെ സഹായിക്കാൻ അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ഹൃദയത്തിൽ കരങ്ങൾ വെച്ച് നിങ്ങളിങ്ങനെ പറയണം, എന്നെ സഹായിക്കാൻ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവം എനിക്കുണ്ട്. എൻ്റെ തകർന്ന സാഹചര്യമായിക്കൊള്ളട്ടെ, ആകെ പ്രതിസന്ധിയിലായ ഒരു അന്തരീക്ഷമാകട്ടെ, കാറ്റിൻ്റെയും തിരമാലയുടെയും രൂപത്തിൽ എൻ്റെ ജീവിതത്തെ വന്നടിക്കുന്നത് ഏത് കടുകട്ടിയായ വിഷയമായിക്കൊള്ളട്ടെ, നിന്നെ സഹായിക്കാൻ വരുന്നൊരു ദൈവമുണ്ട്.
നിന്നെ സഹായിക്കാൻ വരുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ രക്ഷിക്കാൻ വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലൊന്ന് വിശ്വാസം അർപ്പിക്കുക. എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അത് നിങ്ങൾ ഇന്ന് അനുഭവിക്കും. നിങ്ങൾ ഇന്ന് അനുഭവിക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യമാണ് എന്നെ സഹായിക്കുന്ന ദൈവം. സങ്കീർത്തനം 121 അധ്യായം 1-2 വാക്യങ്ങളില്ലേ, ആരെന്നെ സഹായിക്കുമെന്ന് ദാവീദ്, സങ്കീർത്തകനായ ദാവീദ് പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. ആരെന്നെ സഹായിക്കും? സഹായിക്കുമെന്ന് വാക്കു പറഞ്ഞവർ ഇന്ന് സഹായിക്കുന്നില്ല. സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയവരെ കാണാൻ പോലുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്തൊരു വാക്കുണ്ട്. മനുഷ്യൻ മാറിയാലും മനുഷ്യരുടെ വാക്ക് മാറിയാലും ദൈവത്തിൻ്റെ വാക്കും മാറത്തില്ല. ആ വാക്കാണ് പറഞ്ഞത്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സഹായിക്കും. ഇതാണ് ലഭിച്ച മറുപടി. ആ മറുപടി ഇന്ന് നിങ്ങളോട് ഉച്ചസ്വരത്തിൽ പറയുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നിന്നെ, നിന്റെ കുടുംബത്തെ ഈ അവസ്ഥയിൽ സഹായിക്കും. ഈ അവസ്ഥയിൽ സഹായിക്കും. ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കും. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ദൈവം നിന്നെ സഹായിക്കും. ഇന്നത്തെ ദിവസം ദൈവം നിന്നെ സഹായിക്കുന്ന ദിവസമാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ചു നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. പ്രതിസന്ധിയിലായ ഒരു വള്ളം, പ്രതിസന്ധിയിലായ ശിഷ്യന്മാർ, അപകടത്തിലെത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷം, സഹായിക്കാൻ ആരുമില്ല, എങ്ങോട്ട് തിരിയണമെന്നറിയില്ല. ആ സമയത്ത് അവരെ സഹായിക്കാൻ ഒരു യേശു അവിടെ വന്നു. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു എങ്ങനെയാണ് അവിടെ വന്നത്? പ്രാർത്ഥന കഴിഞ്ഞ യേശു അവിടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നാ വന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ തിരമാലകൾ ഉയരുന്നതും കാറ്റ് ആഞ്ഞടിക്കുന്നതുമായ അന്തരീക്ഷത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു? എൻ്റെ നോർമലായ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് വെള്ളത്തിൽ താന്നുപോയില്ല? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവൻ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കും എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തിയുള്ളവൻ പ്രശ്നങ്ങളുടെ മുകളിൽ കൂടെ നടക്കും. പ്രതിസന്ധികളുടെ മുകളിൽ കൂടെ നടക്കും. വെള്ളത്തിൻ്റെ സ്വഭാവം അതെല്ലാവരെയും താഴ്ത്തിയും മുക്കിയുമൊക്കെ ഉള്ള സ്വഭാവമാണ്. എന്നാൽ യേശുവിനെ ആ വെള്ളം മുക്കിയില്ല, യേശുവിനെ ആ വെള്ളം താഴ്ത്തിയില്ല. കാരണം എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥന കഴിഞ്ഞ യേശു പ്രാർത്ഥിക്കുന്നവന് ഏത് പ്രതിസന്ധിയുടെ മുകളിൽ കൂടെയും മുങ്ങാതെയും താഴാതെയും നടക്കാൻ പറ്റും. എല്ലാവരെയും മുക്കുന്നതാണ് വെള്ളം, എല്ലാവരെയും താഴ്ത്തുന്നതാണ് വെള്ളം. ഈ ഉറപ്പുള്ള കാർപ്പറ്റിൽ കൂടെ നടക്കുന്നത് പോലെ നിങ്ങൾക്കാർക്കുമോ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിയില്ല. ഒരു ഉറപ്പുള്ള പ്രതലത്തിൻ്റെ മേൽ നടക്കുന്നത് പോലെ ഒരു മനുഷ്യനും വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിയില്ല. പക്ഷേ യേശു എങ്ങനെ നടന്നു? അവിടെ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥന കഴിഞ്ഞ യേശു, പ്രാർത്ഥിച്ച യേശുവാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നത്. നിങ്ങളോട് പറയാം, നിങ്ങൾക്കും ഉണ്ടാകും വല്ലാതെ ആഞ്ഞടിക്കുന്ന ചില കാറ്റും ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും താഴ്ത്തുന്ന വലിയ ആഴമുള്ള വെള്ളവും ആഞ്ഞടിക്കുന്ന തിരമാലയും എല്ലാം ജീവിതത്തിൽ കാണും. പക്ഷെ അതിൻ്റെ മുകളിൽ നിങ്ങൾ നിൽക്കും. അതിൻ്റെ മുകളിൽ നിങ്ങൾ നിൽക്കും. ആര് നിൽക്കും? എല്ലാവരുമല്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രശ്നങ്ങളുടെ മേൽ നിൽക്കും. പ്രാർത്ഥിക്കുന്നവൻ ഏത് പ്രതികൂലത്തിൻ്റെ മുകളിലും നിൽക്കും. ഒരു പ്രശ്നത്തിനും അവനെ വലിച്ചു താഴ്ത്താൻ കഴിയില്ല. കാരണം അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾക്കും വേണ്ടത് പ്രതിസന്ധികളെ ഒഴിവാക്കാനുള്ള, പ്രതിസന്ധികളെ ഇല്ലാതാക്കാനുള്ള ശക്തിയല്ല. ഏത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് വെല്ലുവിളി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും അതിൻ്റെ മുകളിൽ നിൽക്കാനുള്ള, അതിന്മേൽ വിജയിക്കാനുള്ള ആത്മശക്തിയാണ് നിങ്ങൾക്ക് ആവശ്യം. ആ ഒരു ആത്മശക്തിക്ക് വേണ്ടി പ്രശ്നങ്ങളുടെ മുമ്പിലാണ് പലരും പതറിപ്പോയത്. പ്രതികൂലത്തിൻ്റെ മുമ്പിലാണ് പലരും കയറെടുത്ത് ആത്മഹത്യക്കൊരുങ്ങിയത്. വലിയ പരീക്ഷണങ്ങളുടെ സമയത്താണ് മരണത്തെക്കുറിച്ച് ചിന്തിച്ചത്, മനസ്സ് നിരാശ കൊണ്ട് നിറഞ്ഞത്. എന്നാൽ പ്രാർത്ഥനയുള്ള മനുഷ്യൻ നിരാശയിലേക്ക് പോകില്ല. അവൻ്റെ ജീവിതം ആ പ്രശ്നങ്ങളെ തോൽപ്പിക്കും, പ്രതികൂലങ്ങളെ തോൽപ്പിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കും, അതിൻ്റെ മുകളിൽ കൂടെ നടക്കും. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ ഒരു ശക്തിയെ ഒന്ന് നേടാം.
പ്രാർത്ഥനയിൽ കിട്ടുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് നിങ്ങൾക്കും എനിക്കും ഈ സമയം ലഭിക്കട്ടെ. പ്രാർത്ഥനയോടെ കിട്ടുന്ന ദൈവശക്തി നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിറയട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിറയട്ടെ, വിദൂരത്തായിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിറയട്ടെ. അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ, പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഈ ശക്തി നിറയട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ. പ്രാർത്ഥനയുടെ ബലം ഞങ്ങൾക്ക് തരണമേ, പ്രാർത്ഥനയുടെ ബലം ഞങ്ങൾക്ക് തരണമേ, പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ, പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ, കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഈശോയെ, ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള കാറ്റിനെയും തിരമാലകളെയും ഭയപ്പെടുത്തുന്ന വെള്ളത്തിൻ്റെ ആഴങ്ങളെയും ആഴമുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, അവരുടെ നിയോഗങ്ങളെയും ഇപ്പോൾ അങ്ങ് ഏറ്റെടുക്കണമേ, ഇപ്പോൾ അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ആരാധനയിൽ അനുഭവിച്ചറിയാൻ കഴിയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? പാടാമോ? സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നത് വിശ്വസിക്കാൻ കൃപ തരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഈ പാടിയ പാട്ട് നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്നതാണ്. കരയുന്ന മിഴികളിൽ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. ഇന്ന് കേട്ട ഈ വചനത്തോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവമായി വരുന്നത്. യേശു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ അവിടെ ചെന്നു. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു ഭൂതമാണെന്ന്. അവർ അങ്ങനെ തന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ ഭൂതം എന്ന് പറഞ്ഞു. ദൈവത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അകത്ത് വിശ്വാസമുള്ളവർക്ക് മാത്രമേ അടുത്തേക്ക് വരുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയൂ. അകത്ത് ഭയവും നിരാശയും സങ്കടവും കൊണ്ട് മൂടിയതാണെങ്കിൽ വരുന്ന ദൈവത്തെ പോലും ഭൂതമായിട്ടേ ചിലപ്പോൾ തോന്നത്തുള്ളൂ. യേശു പറഞ്ഞു, ഇത് ഞാനാണ്. ഇനി ശിമയോൻ പത്രോസ് ആ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ച് ഒരു യാത്ര നടത്തുന്നുണ്ട് യേശുവിൻ്റെ അടുത്തേക്ക്. അവിടെ വെള്ളത്തിൽ താന്നു പോകുന്നൊരവസ്ഥയുണ്ട്. വെള്ളത്തിൽ താന്നുപോയി. അപ്പോൾ നീന്തി എന്നല്ല, ഇതാ ഞാൻ നശിക്കുന്നുവെന്ന് പറഞ്ഞ് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ആ കയ്യിൽ ആദ്യം പിടിച്ചത് അപ്പുറത്തെ വള്ളത്തിലിരുന്ന സഹപ്രവർത്തകരോ കൂട്ടുകാരോ അല്ല,
താഴ്ന്നുപോയ ആ വ്യക്തിയുടെ കരച്ചിലിൽ, ആ കണ്ണുനീരിൽ ആദ്യം ആ താഴ്ന്നുപോയ പത്രോസിൻ്റെ കരം ചേർത്ത് പിടിച്ചത് യേശുവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും എവിടെയൊക്കെയോ താഴ്ന്നു പോയവരാണ്, എവിടെയൊക്കെയോ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ്. നിങ്ങൾക്ക് തന്നെ പറയില്ലേ, ചിലപ്പോൾ പറയില്ലേ, എനിക്ക് തന്നെ ഇപ്പോൾ എന്നെ പേടിയാണ്, എനിക്ക് തന്നെ അറിയില്ല എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും അറിയില്ല. ജീവിതം എവിടെയൊക്കെയോ താഴുമ്പോൾ ഒത്തിരി പേരും പരിചയക്കാരൊക്കെ നോക്കുകുത്തികളായിട്ടേ കാണുള്ളൂ. അവരൊക്കെ നിസ്സഹായരാണ്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ. പക്ഷേ ഈ വിശ്വസിച്ച് നമ്മുടെ കൂടെയുള്ള ദൈവം ഉണ്ടല്ലോ, എവിടെ താണുപോയാലും നശിച്ചു പോകാത്ത വിധത്തിൽ ആ കരത്തെ, ആ ജീവിതത്തെ ദൈവം ചേർത്ത് പിടിക്കും. ഈ ആരാധനയുടെ ദിവസം നിങ്ങളുടെ ജീവിതത്തെ ദൈവം ചേർത്ത് പിടിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതം എവിടെയും താഴ്ന്നു പോകില്ല, എവിടെയും തകർന്നു പോകില്ല. പറയാതെ പറഞ്ഞൊരു വാക്കുണ്ട്, ശിമയോൻ പത്രോസിൻ്റെ കരം പിടിച്ചിട്ട് പറയുന്നൊരു വാക്ക് ബൈബിളിലില്ല, പക്ഷേ നമുക്ക് ആ വായിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യും. നീ തകർന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല, നീ ഒറ്റപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും ആ കരം പിടിച്ചത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കരം മാത്രമല്ല, ജീവിതത്തെയും സ്വപ്നത്തെയും പ്രാർത്ഥനയെയും നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ആരാധനയുടെ സമാപന സമയം ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്ന ദൈവം, രോഗികളായിട്ടുള്ളവർ, സങ്കടം അനുഭവിക്കുന്നവർ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, ആരുമില്ലല്ലോ എന്ന തോന്നൽ അനുഭവിക്കുന്നവർ, ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങളുള്ളവർ, മാരക രോഗ പീഡകളിലുള്ളവർ, വർഷങ്ങളായി കിടപ്പിലായിട്ടുള്ളവർ, പലതരം പ്രതിസന്ധികളിൽ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവർ, വീൽ ചെയറിൽ ഇരിക്കുന്നവർ, ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറെ പല മരുന്നുകൾ കൂടി അതിന് കഴിക്കേണ്ട സാഹചര്യം വരുന്ന അവസ്ഥ, പലതരത്തിൽ വിഷമിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവമിതാ നിങ്ങളുടെ കൂടെ, നിങ്ങളെ കൈവിടാത്തൊരു ദൈവമിതാ നിങ്ങളുടെ കൂടെ, ഉപേക്ഷിക്കാത്തൊരു ദൈവമിതാ നിങ്ങളുടെ കൂടെ. ആ ദൈവസന്നിധിയിലേക്കൊന്ന് പ്രാർത്ഥിച്ച്, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന്, ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കരം അങ്ങ് ചേർത്ത് പിടിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ചേർത്ത് പിടിക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾക്കാരുമില്ല കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടും തളർന്നും തകർന്നും ഇരിക്കുന്നു. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ചേർന്ന് പാടാമോ? കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. പലവിധ കാരണങ്ങളാൽ വിഷമം അനുഭവിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന 10 പേരെ ആശ്വസിപ്പിക്കുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.